ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. അപ്പോൾ രാവിലെ ഞാൻ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ പോകുമ്പോൾ എന്തായാലും ഒരുങ്ങിയിട്ടേ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സെറമാണ് ഇട്ടെ, ഒരു വിറ്റാമിൻ സി സെറമാണ്. പിന്നീട് ഒരു സൺസ്ക്രീൻ എടുത്തു. സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിലിന് സൺസ്ക്രീൻ ഇടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ടാൻ അടിച്ച് സ്കിൻ ആകെ ഡാമേജ് ആവും. പ്രത്യേകിച്ച് എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ സ്കിൻ ആകെ ഡാമേജ് ആവും പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടേ പോകാറുള്ളൂ. പിന്നീട് ഇതൊരു ലിപ് ബാമാണ് കേട്ടോ. ലിപ് ബാം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് അടിച്ച് മാറ്റിയതാണ്. കാരണം എൻ്റെ അടുത്ത് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടിൻറ്റഡ് അല്ലാത്ത ഒരെണ്ണം കണ്ടപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് അടിച്ച് മാറ്റി. പിന്നീട് ഇതൊരു ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ഐലൈനർ എനിക്ക് ഫോണിൽ നോക്കി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോയി കണ്ണാടി നോക്കിയിട്ട് ഇട്ടിട്ട് വന്നു കേട്ടോ. ഇതൊരു മസ്കാരയാണേ. മസ്കാര സത്യം പറഞ്ഞാൽ എനിക്ക് ഇടാൻ അറിയത്തില്ല കേട്ടോ. ഇത് എൻ്റെ കല്യാണത്തിന് ഒരെണ്ണം കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു. അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഈ മസ്കാര ഞാൻ ഇട്ടിട്ട് പോകാറുണ്ട്. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബ്രൗൺ ഷെയ്ഡ്. കാരണം ഈ ബ്രൗൺ ഷെയ്ഡ് ഇടുമ്പോഴത്തേക്കും എൻ്റെ ഫേസിനൊരു ബ്രൈറ്റ്നസ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിരികൊക്കെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിരിക ഞാൻ സാധാരണ വരയ്ക്കാറില്ല, കാരണം അതും എനിക്കറിയില്ല. ഇങ്ങനെയൊന്ന് ഷേപ്പാക്കി കൊടുക്കാറാണ് പതിവ്. പിന്നെ ഞാൻ ഇട്ട അതേ ലിപ്സ്റ്റിക്ക് വെച്ച് ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ബ്ലഷ് ഉണ്ടായിരുന്നു, അതെവിടെയാണെന്ന് പോലും അറിയില്ല, കാണുന്നില്ല. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ടീഷർട്ട്. ഇതും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചാമ്പിയതാണ്. പുള്ളിക്കാരൻ പോകുന്നതിന് മുന്നേ ഇവിടെ വെച്ചിട്ട് പോയതാണ്. അത് ഞാനങ്ങ് എടുത്തു. അപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് മുടി കെട്ടാനാണ്. എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. എങ്ങനെ മുടി കെട്ടിയാലും എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ മുടി ഇരിക്കില്ല. ഞാൻ കുറച്ച് സെറമൊക്കെ ഇട്ടിട്ടാണ് കെട്ടുന്നത്. ബട്ട് എന്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും കാറ്റടിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ മുടി ഷോക്ക് അടിച്ചിട്ട് ഉള്ള പോലെ ഉണ്ടാകും കേട്ടോ. പിന്നീട് ഞാൻ കുറച്ച് സിന്ദൂരം ഇടുന്നുണ്ട്. ആക്ച്വലി അത് സിന്ദൂരം ഇല്ല, കുറച്ച് നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു, നടന്നില്ല. അങ്ങനെ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഞാൻ കുറച്ച് പെർഫ്യൂമും കൂടി അടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.